ഹലോ ഡി വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സിൽവർ വ്ളോഗ്സ്. അപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന നെക്സ്റ്റ് എപ്പിസോഡ് ഒരു ഫാമിലി ഗെറ്റ് ഔട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് കസിൻസ് ചെറിയൊരു ട്രെക്കിങ്ങിന് പോവുക കേട്ടോ. അപ്പോൾ മക്കളൊക്കെ വീട്ടിലൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്തുള്ള പോസിബിൾ ട്രെക്കിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് കക്കാടംപൊയിലാണ്. അപ്പോൾ ഞങ്ങൾ കക്കാടംപൊയിൽ മല കയറാൻ വേണ്ടി പോവുകയാണ്. അവിടെ കുരിശുമലയുണ്ട്, സ്വർഗ്ഗക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ ഒരു ഹൈറ്റുള്ള മലയിൽ ട്രക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ രാവിലെ തന്നെ സ്കൂട്ടറൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പം നമ്മൾ സ്പോട്ടിലെത്താനായിട്ടുണ്ട്. കുറച്ച് വളരെ മനോഹരമായ റോഡിലൂടെ കിടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. ജീപ്പിൽ ഓഫ് റോഡ് പോകണം എന്നുള്ളവർക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ജീപ്പിന് കുറച്ച് പോകാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഏതായാലും സ്കൂട്ടർ താഴെ നിർത്തി കയറാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൈക്ക് പാർക്കിംഗ് ഒക്കെ വേറൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോവാണ്. വണ്ടി നിർത്തിയാണല്ലോ, ആ ഭാഗത്തേക്കാണ് പോണേ. ഇങ്ങോട്ട് റബ്ബേ ഇവിടെ പാർക്ക് ചെയ്യാനാവോ? ഇപ്പൊ അവിടെ പാർക്ക് ചെയ്താലും പോരും. ഇവിടെ സെലോഷ്യ എന്ന പേരിൽ എന്തോ റിസോർട്ടൊക്കെ ഉണ്ട്. വേറെയും ചെറിയ റിസോർട്ട് സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ടാണ് ഇപ്പം ഞങ്ങളിങ്ങനെ കയറുന്നത്. നല്ല കാറ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ മേലെ എത്തിയ നല്ല ടൈമിലാണ്. കോട മൂടിക്കിടന്ന് കോട ഇങ്ങനെ നീങ്ങുന്ന ടൈം. നല്ല കാറ്റാണ്. ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ വീണോവും. എന്താ കാറ്റിൻ്റെ ആ ഒരു ഫോഗിൻ്റെയും കാറ്റിൻ്റെയൊക്കെ ആ ഒരു ഫ്ലോ അറിയാം ഈ റെയിൻകോട്ടൊക്കെ നിൽക്കുന്നത് കണ്ടാൽ. കക്കാടംപൊയിൽ പോകുന്ന വഴിയിൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ടോപ്പിലെത്തിയാൽ പിന്നെ പറയണ്ട, അത് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ക്യാമറയിൽ ഇപ്പോൾ ഇങ്ങനെ ഫോഗ് മൂടിക്കിടക്കുന്ന, മഞ്ഞ് മൂടിക്കിടക്കുന്ന അങ്ങനത്തെ ഒരു സീനെ കാണുന്നുള്ളൂ. പക്ഷേ അവിടെ നിന്ന് കാണുന്ന ഒരു നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. അത് ഈ ക്യാമറയിൽ അതിൻ്റെ ഒരു 50% ഭംഗി പോലും കിട്ടിയിട്ടില്ല കേട്ടോ. ഫോട്ടോസ്
എല്ലാവരും റീലും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ഒരു തിരക്കിലായി കേട്ടോ. കാരണം മഞ്ഞൊക്കെ മാറി ഒരു ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു ക്ലൈമറ്റായി വന്നിട്ടുണ്ട്. നിനക്കിത് സിമ്പിൾ, എനിക്കിത് ഡാൻസ് ആടാ. ഓളൊന്നുകൂടി കാട്ടിയാ ശരിയാവും. ഞങ്ങളുടെ ടീം വരാനോ ഞങ്ങൾ 4 ആളായ പ്രശ്നമില്ല, ഞങ്ങൾ പ്രശ്നമില്ല. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം? എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും വച്ചുണ്ട്. മുകളിലേക്ക് മാങ്ങ പറയും, താഴേക്ക് ചെളികുത്ത്. അങ്ങനെ ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് കുറേ നേരം അതിൻ്റെ മുകളിലിരുന്ന് ഇപ്പം ഞങ്ങൾ ഇറങ്ങി പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം പറ്റുന്നവരുണ്ടെങ്കിൽ. ഈ ട്രക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള ട്രക്കിംഗ് ഒന്നുമല്ല, കുറച്ച് കയറാനേ ഉള്ളൂ. കയറി അവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഫീല് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരും കൂടെ ഉണ്ടാവുമ്പം അതിൻ്റെ ഭംഗി കൂടും അല്ലേ. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് പോയി വന്നൊരു ചെറിയൊരു ട്രിപ്പ്. പിന്നെ ചിക്കന് വ്യത്യാസമുണ്ട്, മാറിയിട്ടോ. അങ്ങനെ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞ് അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു പോവുകയാണ്. ഞങ്ങൾ ജെമോക്ക് ഇതാ കുറച്ച് സ്റ്റിക്കേഴ്സും സ്റ്റിക്കി നോട്ടൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.